നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ UDF സ്ഥാനാർത്ഥി. കാത്തിരുന്ന ചരിത്ര പ്രഖ്യാപനത്തിൽ UDF ക്യാമ്പിൽ ആഹ്ലാദാരവങ്ങൾ, നാടെങ്കും ആഹ്ലാദ പ്രകടനങ്ങൾ. ഇന്ത്യൻ രാഷ്ട്രീയം വയനാടിനെ ഉറ്റുനോക്കുന്നു. വിമർശനവുമായി ഇടതുപക്ഷം. രാഹുൽ വയനാട്ടിൽ ഒളിസങ്കേതം തേടുകയാണെന്ന് ഇടതു സ്ഥാനാർത്ഥി PP സുനീർ. വയനാട് കോൺഗ്രസിന്റെ വാട്ടർലൂം ആകുമെന്നും സുനീർ. ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കാനാണ് രാഹുൽ കേരളത്തിൽ വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതുപക്ഷത്തിന് ആശങ്കയില്ലെന്നും പിണറായി. ഏപ്രിൽ 3-ന് കൽപ്പറ്റയിൽ ഹരിതസേനയുടെ സർഫാസി മോചനയാത്ര. ജില്ലയിൽ 8000-ലധികം പേർക്ക് കിടപ്പാടം നഷ്ടപ്പെടും. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭ 2019 തെരഞ്ഞെടുപ്പ് വാർത്തകൾ. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി UDF സ്ഥാനാർത്ഥി. കാലത്ത് 11 മണിയോടെ AICC വക്താവ് AK ആന്റണിയാണ് നിർണായക പ്രഖ്യാപനം നടത്തിയത്. 2 ആഴ്ചയിലധികം നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് ഇതോടെ വിരാമമായി. രാഹുലിന് മത്സരിക്കാൻ അനുയോജ്യമായ മണ്ഡലമാണ് വയനാടെന്ന് ആന്റണി പറഞ്ഞു. Wayanad parliamentary constituency from Kerala. While selecting Wayanad, there are many considerations. One of the major considerations was, since the request was mainly from Karnataka, Kerala and Tamil Nadu, Wayanad will suit this more than any other seat, because Wayanad, even though it is in Kerala, is a tri-junction. Wayanad parliament seat is a tri-junction. On the one side, Tamil Nadu. Nearest border constituency is Nilgiris. 8 ദിവസത്തെ സസ്പെൻസിന് വിട നൽകി രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ ആവേശത്തിലാണ് വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ. അനിശ്ചിതത്വത്തിനൊടുവിൽ അനുകൂല തീരുമാനമുണ്ടായതിൽ സന്തോഷമെന്ന് DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ. രാഹുലിന്റെ വരവോടെ പ്രചരണ രംഗം കൊഴുപ്പിക്കാൻ ഒരുങ്ങുകയാണ് UDF. 8 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന വാർത്ത ആവേശപൂർവ്വമാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. വാർത്ത പുറത്തുവന്നതും DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ മുദ്രാവാക്യ വിളികളോടെ വരവേറ്റു. പ്രഖ്യാപനം വന്നതോടെ ഗ്രൂപ്പ് ഭിന്നതകൾ മറന്ന നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഏറെ ആവേശം നൽകുന്ന നിമിഷമെന്ന DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ പറഞ്ഞു. അല്ല, ഞങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ കാത്തിരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ കാത്തിരുന്നു, ക്ഷമയോടുകൂടി കാത്തിരുന്നു. ആരെയും വിമർശിക്കാതെ, ആരെയും എതിർക്കാതെ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകരായി ഞങ്ങൾ കാത്തിരുന്നു. താഴത്തുള്ള പ്രവർത്തകരുടെ വികാരങ്ങൾക്ക് ആ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് ഈ 8 ദിവസവും ഞങ്ങൾ നിന്നു. ഒരിക്കലില്ല. ഘടകകക്ഷികൾ കോൺഗ്രസിലുള്ള നിരാശ പോലെ തന്നെ അവർക്ക് ചില നിരാശ ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥി വരാത്തതിൽ. അത് മാത്രമേ പ്രകടിപ്പിച്ചുള്ളൂ. മറ്റഭിപ്രായ വ്യത്യാസങ്ങളൊന്നും അതിന്റെ അകത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രഖ്യാപനം വന്നതോടെ ആഹ്ലാദ പ്രകടനം ബൂത്തുതലം വരെ നീണ്ടു. BJPക്കും ഇടതുപക്ഷത്തിനുമെതിരായ കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്കാണെന്നാണ് സിദ്ദീഖിന്റെ പ്രതികരണം.
സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ പ്രവർത്തനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഒടുവിൽ ആ തീരുമാനമെത്തി. രാഹുൽ ചുരം കയറി വയനാട്ടിലെത്തും. റെക്കോർഡ് ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പ്രവർത്തകർ. കൽപ്പറ്റയിൽ നിന്നും വയനാട് വിഷൻ വാർത്തകൾക്ക് വേണ്ടി അനുവർഗീസ്. സ്വന്തം മണ്ഡലമായ അമേഠിക്ക് പുറമെയാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നത്. KPCCയുടെ ആവശ്യം രാഹുൽ ഗാന്ധി അംഗീകരിച്ചതിൽ സംസ്ഥാനം മുഴുവൻ കോൺഗ്രസ് UDF ഘടകകക്ഷി പ്രവർത്തകരും ആഹ്ലാദത്തിലാണ്. മത്സരം ഇടതിനോടല്ലെന്നും മോദിയുടെ വിഭജന ഭരണത്തിനെതിരെയാണെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം വന്നയുടൻ തന്നെ ജില്ലയിലുടനീളം UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. അത്യാവേശത്തോടെ പ്രകടനങ്ങളിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. പ്രഖ്യാപനം വന്നതോടെ പ്രവർത്തകർ പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം മുഴക്കിയും രാഹുൽ ഗാന്ധിയുടെ കട്ടൌട്ടുകൾ ഏന്തിയുമാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത്. പഞ്ചായത്ത് ബൂത്ത് തലങ്ങളിൽ വരെ പ്രകടനം നടന്നു. എല്ലാ അനിശ്ചിതത്വങ്ങളും മാറിയെന്നും ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ വിജയിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി, അതിലുപരിയായി കേരളത്തിന്റെ മലയാള മണ്ണിന് വേണ്ടി, അതിലുപരിയായി വയനാട് പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടി, അതിലുപരി ഞങ്ങളുടെ സുൽത്താൻ ബത്തേരി പട്ടണത്തിന് വേണ്ടി ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും ആവേശകര നാമധേയത്തിൽ അങ്ങനെ ഞങ്ങൾ വരവേറ്റിരിക്കുന്നു. ഇവിടെ ഈ മണ്ഡലത്തെ സംബന്ധിച്ച് വയനാട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ല എന്നുള്ള നിലയിൽ ഇവിടേക്ക് രാഹുൽജി മത്സരിക്കുവാൻ വേണ്ടി അദ്ദേഹം കാണിച്ചിട്ടുള്ള മനസ്സ് സുൽത്താൻ ബത്തേരിയിലെ മുഴുവൻ ജനങ്ങളും അതിന് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ സീറ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ഇവിടെ വിജയിക്കപ്പെടും. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കൽപ്പറ്റയിലും മാനന്തവാടിയിലും കൂറ്റൻ പ്രകടനങ്ങൾ നടന്നു. UDF നേതാക്കൾ നയിച്ച പ്രകടനങ്ങളിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം അത്യധികം ആഹ്ലാദം ഉണ്ടാക്കിയെന്നും ഇത് അഭിമാന നിമിഷമെന്നും രാഹുൽ ഗാന്ധിയുടെ മുഖ്യ പ്രചാരകനായി മണ്ഡലത്തിലുള്ള T. സിദ്ദിഖ്. ഏറെ സന്തോഷവും അഭിമാനവുമുള്ള സന്ദർഭമാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെയും കേരളത്തിൽ നിന്നുള്ള അഖിലേന്ത്യാ നേതൃത്വത്തിന്റെയും സ്ഥാനാർത്ഥിയായി നേരത്തെ പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന എന്റെയും ഈ മണ്ഡലത്തിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെയും UDFന്റെയും ആഗ്രഹമനുസരിച്ച് ഈ തീരുമാനമെടുത്തതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. യഥാർത്ഥത്തിൽ BJPക്കും ഇടതുപക്ഷത്തിനുമെതിരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഏറ്റവും വിശ്വവിഖ്യാതമായിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം. ഈ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തോടുകൂടി കേരളത്തിൽ 2020 കൃത്യതയോടുകൂടി രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം വയനാടിന് വളരെയേറെ പ്രതീക്ഷകൾ നൽകുന്നതാണ്. രാഹുലിനു വേണ്ടി ഭിന്നത മറന്ന മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് DCC ജനറൽ സെക്രട്ടറി MG ബിജു.
വയനാടിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒന്നാണ്. വയനാടിൻ്റെ വികസന പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ ഇന്ത്യയിലെ മതേതര ജനാധിപത്യ പ്രവർത്തനങ്ങളുടെ മുഖമെന്ന നിലയിലും ശ്രീ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വയനാട്ടിനുള്ള അംഗീകാരമായിട്ടാണ് വയനാട്ടിലെ ജനങ്ങൾ കാണുന്നത്. എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി മറ്റെല്ലാ ഭിന്നതകളും മറന്ന് അദ്ദേഹത്തിൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഭാഗവാക്കല്ലാതിരുന്ന 25,000 പുതിയ വോട്ടർമാർ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തോടെ ഇലക്ഷൻ പ്രക്രിയയിൽ ഭാഗമാകാൻ രംഗത്തു വന്നിരിക്കുകയാണെന്ന് കോൺഗ്രസ് വക്താവ് KE വിജയൻ വയനാട് വിഷൻ ന്യൂസ് ആൻഡ് ടോക്കിൽ പറഞ്ഞു. എന്നാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ സാധ്യത എന്ന പ്രഖ്യാപനം വന്നതിന് ശേഷം 25,000 വോട്ടുകൾ ഈ വയനാട് പാർലമെന്റിൽ മാത്രമായി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അത് സാധാരണ ഈ പറഞ്ഞ എല്ലാ സംഘടനകളും, ഇടത് വലത് BJP അടങ്ങുന്ന എല്ലാ സംഘടനകളും അവരുടെ സംഘടനാ മെഷീനറി ഉപയോഗിച്ച് വോട്ടർമാരെ ചേർക്കാൻ ശ്രമിച്ചിട്ടും ഈ പ്രക്രിയയുടെ ഭാഗമാകാതിരുന്ന പുതിയ വോട്ടർമാർ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി സ്വമേധയാ മുന്നോട്ട് വന്ന് വോട്ട് ചേർത്ത് വോട്ടർ പട്ടികയുടെ ഭാഗമാകാൻ തീരുമാനിക്കുക. രാഹുൽ സ്ഥാനാർത്ഥിയാകും മുമ്പ് തന്നെ വയനാട് ദേശീയ ശ്രദ്ധ നേടിയിട്ടുണ്ടെന്നും കർഷക ആത്മഹത്യയായിരുന്നു അതിന് കാരണമെന്നും CPI അസിസ്റ്റന്റ് സെക്രട്ടറി സ്റ്റാലിൻ. അന്ന് നാട് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണെന്നും CPI നേതാവ് ന്യൂസ് ആൻഡ് ടോക്കിൽ പറഞ്ഞു. വയനാടിനെ അന്താരാഷ്ട്ര പ്രശസ്തമാക്കും ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറഞ്ഞു രാഹുൽജിയുടെ. ശരി, ഈ വയനാട് എന്താ പ്രശസ്തമല്ലായിരുന്നോ? 2005 നമ്മൾ മറക്കരുത്, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കർഷകർ ആത്മഹത്യ ചെയ്ത് കുപ്രസിദ്ധി നേടിയ ഒരു ജില്ലയാണ് വയനാട്. ഈ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെട്ട മലയോര മേഖലകളില്ല. അന്ന് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ആരാ? കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ആരാ? ഇതേ ആളുകൾ തന്നെ. എന്നിട്ടോ അപ്പോൾ വയനാടിനെ പ്രശസ്തമാക്കാനാണ് വരുന്നതെങ്കിൽ അത് അങ്ങനെ ഒരു പ്രശസ്തി നിലവിലുണ്ട്. ആസിയാൻ കരാറുകൾ നടപ്പിലാക്കി അതിനുവേണ്ടിയുള്ള കരാറുകൾ ഒപ്പിട്ട് ഈ വയനാടിനെ ഇത്രമാത്രം നരകത്തീയിലേക്ക് കൊണ്ട് വലിച്ച വയനാട്ടിലെ കൃഷിക്കാരെ, പാവപ്പിടിച്ച മനുഷ്യരെ ആ അവസ്ഥയിൽ കൊണ്ടെത്തിച്ച ഒരു സാമ്പത്തിക നയമുള്ള പ്രസ്ഥാനം, അതെന്ന് പറയുന്ന ഒരു വലിയൊരു വിമോചനത്തിൻ്റെ ആളുകളായിട്ട് വരുന്നു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് നിശ്ചയമില്ലാതെ CPIM രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ പ്രയത്നിക്കേണ്ട സ്ഥിതിയിലാണെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി PJ ആനന്ദ് കുമാർ ന്യൂസ് ആൻഡ് ടോക്കിൽ. ഇന്ത്യ രാജ്യത്ത് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മത്സരിക്കുന്ന എത്ര സീറ്റിൽ മത്സരിക്കുന്നുണ്ട്? പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേവലം 20-23 സീറ്റുകളിലാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മത്സരിക്കുന്നത്. നിങ്ങൾ മത്സരം കാഴ്ചവെക്കുന്നത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാര്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾ ആരെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് ആകെയുള്ള പോംവഴി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട്, ആ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പുറകെ പോകണം. ഒരുപക്ഷെ ഈ വിപ്ലവ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഇതിനു മുമ്പും ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ പാദങ്ങളിൽ പോയി തൊട്ടുള്ള പാർട്ടിയാണ്. സോണിയാഗാന്ധിയുടെ അടുത്ത് പോയിട്ട് സാഷ്ടാംഗം പ്രണമിച്ചിട്ടുള്ള പാർട്ടിയാണ്. നിങ്ങൾ കൂട്ടുചേർന്നിട്ടുള്ള പാർട്ടിയാണ്. ആ പാർട്ടി ഈ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഇവിടെ ജനങ്ങളെ, ഈ നാട്ടിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പല സ്ഥലത്തും നടത്തുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടിയ തെരഞ്ഞെടുപ്പാണ്. രണ്ട് ഭാഷയുടെയും ദളിതനെന്നും സവർണനെന്നും അവർണെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഒളിസങ്കേതം തേടുകയാണെന്ന് LDF സ്ഥാനാർത്ഥി PP സുനീർ. വയനാട്ടിൽ രാഹുലിനെ തോൽപ്പിക്കുമെന്നും വയനാട് കോൺഗ്രസിന്റെ വാട്ടർലൂ ആകുമെന്നും സുനീർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും സുനീർ. രണ്ട് രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഒന്നാമത് വ്യക്തിപരമായി രാഹുൽ ഗാന്ധി സുനീർ മത്സരമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയവും UDFന്റെ രാഷ്ട്രീയവും UPA രാഷ്ട്രീയവും. രാഷ്ട്രീയമായി ദേശീയാടിസ്ഥാനത്തിൽ കോൺഗ്രസിൻ്റെ പാപ്പരത്വം ഒഴിവാക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. രണ്ടാമത് ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷമായുള്ള അവഗണന, അതിൽ അസംതൃപ്തരായ ജനങ്ങളോട് അതിനേക്കാൾ മോശമായ ഒരു സമീപനമാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്നത്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും വയനാട്ടിലൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും. ഞാൻ പ്രതീക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വാട്ടർലൂ അത് വയനാട്ടിൽ നിന്ന് ആരംഭിക്കുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കാനാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാനെത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ മത്സരിക്കുന്നത് BJPയോടല്ലെന്നും ഇടതുപക്ഷത്തിന് ആശങ്കയില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. അപ്പോൾ അമേത്തിയിൽ MP ആയി തുടരുകയും വയനാട്ടിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനാകുമോ എന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് പരിശ്രമിക്കുകയും ചെയ്യുന്ന നിലയാണുള്ളത്. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല. ഇടതുപക്ഷത്തെ
നേരിടാൻ ആര് വന്നാലും അതിനെ നേരിടാനുള്ള കരുത്ത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതോടെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ചിത്രം ആകെ മാറി. വയനാട് സീറ്റ് BDJS-ന് നൽകിയതിനാൽ വയനാട്ടിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് സജി ശങ്കർ പറഞ്ഞു. കൽപ്പറ്റയിലെത്തുന്ന തുഷാർ വെള്ളാപ്പള്ളി ഇക്കാര്യം പ്രഖ്യാപിക്കുമെന്നും സജി ശങ്കർ. രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും BJP-യുടെ NDA-യുടെ വിജയസാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ. ഇത് പാർട്ടിക്ക് കൂടുതൽ ഒരു മുന്നണി സംവിധാനം എന്ന രീതിയിൽ BDJS-നെ സംബന്ധിച്ചും NDA-യെ സംബന്ധിച്ചും BJP-യെ സംബന്ധിച്ചും വലിയ തരത്തിലുള്ള ഉത്തേജനം നൽകുന്ന ഒരു തീരുമാനമാണ് ഇന്ന് നമ്മുടെ സംവിധാനത്തിൽ ഉണ്ടായിട്ടുള്ളത്. വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വിജയം ഉണ്ടാകുന്ന നമ്മൾ പ്രതീക്ഷിച്ചു. പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്ന പ്രവർത്തകരുടെ അഭിപ്രായമുണ്ട്. എന്താണ് പറയുന്നത്? പാർട്ടിയുടെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണമെന്ന പ്രവർത്തകരുടെ അഭിപ്രായം ഉണ്ടാകും. തീർച്ചയായിട്ടും ജില്ലാ ഘടകവും അതിനോട് യോജിച്ചിട്ടുള്ളതാണ്. പക്ഷെ തീർച്ചയായിട്ടും BDJS-ന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അക്കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത് ചില സ്ഥാനാർത്ഥി മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ള മുന്നണി സംവിധാനത്തിൽ അതിന് തീരുമാനമുള്ളത് കൊണ്ട് BJP-യുടെ പ്രവർത്തകർ തീർച്ചയായിട്ടും മുന്നണി സംവിധാനത്തെ മാനിക്കുന്നു. വയനാട് ദേശീയ രാഷ്ട്രീയ ഭൂപടത്തിലേക്ക് സംസ്ഥാനാന്തര നേതാക്കളും തലമുതിർന്ന മാധ്യമപ്രവർത്തകരും ചുരം കയറാനൊരുങ്ങുന്നു. രാഹുൽ ഗാന്ധി ക്രാഷ് ലാൻഡിംഗിന്റെ വിസ്മയത്തിൽ രാഷ്ട്രീയ ലോകം. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിലൂടെ വയനാട് ചരിത്ര പ്രാധാന്യം കൈവന്നു. ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ വയനാടിന് ഭാഗ്യം ലഭിക്കുന്നു എന്ന ആമുഖത്തോടെ പ്രചാരണത്തിന് പുതിയ മുഖം കോൺഗ്രസ് തുറക്കുമ്പോൾ ഏറെയൊന്നും രാഷ്ട്രീയ പ്രാധാന്യമില്ലാതിരുന്ന വയനാട് ജില്ല പെട്ടെന്ന് ചരിത്രത്താളുകളിൽ ഇടം തേടുകയാണ്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സ്ഥിരീകരിച്ച് AICC വക്താവ് AK ആന്റണി പ്രഖ്യാപനം നടത്തുന്നതിന് തൊട്ട് മുമ്പത്തെ മണിക്കൂറുകളിൽ ദേശീയ മാധ്യമങ്ങളിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരും കോൺഗ്രസ് ഉൾപ്പെടെ പ്രധാന ദേശീയ കക്ഷികളുടെ ക്യാമ്പയിൻ മാനേജർമാരും വയനാട്ടിൽ ലോഡ്ജുകളും റിസോർട്ടുകളും ഹോം സ്റ്റേകളുമെല്ലാം ഫോണിൽ വിളിച്ച് ബുക്ക് ചെയ്തു കഴിഞ്ഞു. പത്രികാ സമർപ്പണത്തിന്റെ അന്ത്യനാളുകളിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച രാഹുൽ വയനാട്ടിൽ ക്രാഷ് ലാൻഡിംഗ് അല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങൾക്ക് മുകളിൽ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്നാണ് കോൺഗ്രസ് വ്യാഖ്യാനിക്കുന്നത്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല സുരക്ഷാ രംഗത്തും പുതിയ പ്രശ്നങ്ങൾ കൊണ്ടുവരും. CP ജലീലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മാവോയിസ്റ്റുകൾ വയനാട്ടിൽ പോലീസ് സ്റ്റേഷൻ ആക്രമണം ആസൂത്രണം ചെയ്യുന്നതായി കേന്ദ്ര ഇന്റലിജൻസിന് റിപ്പോർട്ടുണ്ടെന്നാണ് അറിയുന്നത്. മണ്ഡലത്തിൽ 400,000 പേരെ വോട്ടർ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന വാർത്തയുടെ നിജസ്ഥിതി അറിയാനുള്ള അന്വേഷണത്തിലാണ് മാധ്യമപ്രവർത്തകർ. ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ. രാഷ്ട്രീയ പാർട്ടികൾ കൊടിമരങ്ങൾ സ്ഥാപിച്ച് പാർട്ടി ചിഹ്നങ്ങളും കൊടിമരങ്ങളും പ്രചരിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം. പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച കൊടിമരങ്ങളും ചിഹ്നങ്ങളും അതാത് പാർട്ടികൾ തന്നെ 2 ദിവസത്തിനകം നീക്കം ചെയ്യണമെന്ന് ജില്ലാ വരണാധികാരി കൂടിയായ കലക്ടർ അറിയിച്ചു. 2 ദിവസത്തിനകം നീക്കം ചെയ്തില്ലെങ്കിൽ സർക്കാർ ചെലവിൽ ഇവ നീക്കം ചെയ്ത സ്ഥാനാർത്ഥിയുടെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ ചെലവ് കണക്കിൽ ഉൾപ്പെടുത്തുമെന്നും ജില്ലാ വരണാധികാരി അറിയിച്ചു. ഓൺലൈൻ വഴി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് അപേക്ഷ നൽകിയവരുടെ വീടുകൾ ബൂത്ത് ലെവൽ ഓഫീസർ സന്ദർശിക്കും. BLOമാർ സമയബന്ധിതമായി ജോലി പൂർത്തിയാക്കണം. ഇതിന് ഏപ്രിൽ 1 ഡ്യൂട്ടി ലീവ് അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ. മറ്റു വാർത്തകളിലേക്ക്. ഇന്നലെ പെയ്ത കനത്ത മഴയിലും കാറ്റിലും പടിഞ്ഞാറത്തറ വീട്ടിക്കാമൂലയിൽ ആയിരക്കണക്കിന് നേന്ത്രവാഴകൾ നിലംപൊത്തി. വാഴകൾക്ക് തൂണുകൾ കൊടുത്ത് കെട്ടുമ്പോഴായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ഇന്നലെ ഉച്ചകഴിഞ്ഞ് കനത്ത വേനൽമഴ പെയ്തത്. ചീറ്റേനി അബു, KT കുഞ്ഞബ്ദുള്ള, ബിനു വീട്ടിക്കാട്ടിൽ, അബ്ദുൾ ഗഫൂർ, രമേശൻ, വാസു എന്നിവരുടെ ആയിരക്കണക്കിന് വാഴകളാണ് നഷ്ടപ്പെട്ടത്. ഇവിടുത്തെ ഓരോ കർഷകനും ആയിരക്കണക്കിന് വാഴകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് വാഴക്ക് എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വാഴത്തോട്ടത്തിലുള്ള സമയത്താണ് പെട്ടെന്നുണ്ടായ കാറ്റുമയം കാരണം പലർക്കും ഇത്തരത്തിലുള്ളൊരു നാശം സംഭവിക്കുന്നത്. കഴിഞ്ഞ പ്രളയത്തിൽ തന്നെ കുറേ വാഴയും കൃഷികളും ഒക്കെ നഷ്ടപ്പെട്ടെങ്കിലും വീട്ടിക്കാമല പ്രദേശത്തുകാരുടെ ഏറ്റവും വിജയ മാർഗമാണ് വാഴക്കൃഷി. പലരും പലയിടത്തു നിന്നും ലോണുകൾ വാങ്ങിയും മറ്റും കടം വാങ്ങി ഉണ്ടാക്കിയ ഈ വർഷത്തെ ഒരു പ്രതീക്ഷയാണ് ഈ ശക്തമായ കാറ്റും മഴയിലും കൂടി നഷ്ടപ്പെട്ടു. സർഫാസിയുടെ പേരിൽ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഹരിതസേനയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 3 ബുധനാഴ്ച കൽപ്പറ്റയിൽ സർഫാസി മോചനയാത്രയും ലീഡ് ബാങ്ക് ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർഫാസിയുടെ പേരിൽ വയനാട് ജില്ലയിൽ മാത്രം 8370 കർഷകർക്ക് കിടപ്പാടം നഷ്ടപ്പെടാൻ പോവുകയാണ്. സംസ്ഥാനത്താകെ 15,000-ഓളം പേർ സർഫാസിയുടെ പേരിൽ ജപ്തി നടപടി നേരിടാൻ പോവുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പോൾ 8370 കർഷകർക്കാണ് വയനാട് ജില്ലയിൽ സർഫാസി മൂലം കിടപ്പാടം നഷ്ടപ്പെടാൻ പോകുന്നത്. അപ്പം അതിനെ ഒഴിവാക്കണമെന്നും പിടിച്ചെടുത്ത സർഫാസി മൂലം പിടിച്ചെടുത്ത കിടപ്പാടങ്ങൾ കർഷകന് തിരിച്ചു നൽകണമെന്നും
കർഷകന്റെ കടങ്ങൾ എഴുതിത്തള്ളാനുള്ള തീരുമാനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള യാത്രയാണ്. വിൽപ്പനയ്ക്കെത്തിച്ച ആനക്കൊമ്പിന്റെ കഷ്ണവുമായി തമിഴ്നാട് സ്വദേശി പിടിയിൽ. നീലഗിരി ഗൂഡല്ലൂർ അത്തിപ്പള്ളി ഡോർ നമ്പർ 14 സുബ്രഹ്മണ്യനാണ് ബത്തേരി പോലീസിന്റെ പിടിയിലായത്. ഇന്ന് 4 മണിയോടെ SI പ്രശാന്തിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മാതാ തിയേറ്ററിന് സമീപത്ത് വെച്ച് ആനക്കൊമ്പുമായി ഇയാളെ പിടികൂടിയത്. 13 സെന്റിമീറ്റർ നീളവും 240 ഗ്രാം തൂക്കവും വരുന്ന ആനക്കൊമ്പിന്റെ ഭാഗമാണ് കണ്ടെടുത്തത്. കൂടുതൽ അന്വേഷണത്തിന് പ്രതിയെയും ആനക്കൊമ്പും വനംവകുപ്പിന് പോലീസ് കൈമാറി. CPOമാരായ പ്രവീൺ, മാത്യു, ഹരിദാസ്, രമേഷ് ബാബു എന്നിവരും SIയോടൊപ്പം ഉണ്ടായിരുന്നു. ബത്തേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഏപ്രിൽ 2 രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ബത്തേരി സ്വതന്ത്ര മൈതാനിയിൽ ഉപവാസം നടത്തും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണിത്. പ്രളയത്തിൽ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുക, രാത്രിയാത്ര, വയനാട് റെയിൽവേ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസമെന്നും ഭാരവാഹികൾ പറഞ്ഞു. യൂത്ത് വിങ് ഏപ്രിൽ 2 ചൊവ്വാഴ്ച ഒരു ശ്രദ്ധ ക്ഷണിക്കൽ ഉപവാസം നടത്തുന്നു. ഈ ശ്രദ്ധ ക്ഷണിക്കൽ ഉപവാസം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട്. ഇലക്ഷനാണ്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണല്ലോ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടിരുന്നത്. ആ ഒരു ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. പ്രളയ സമയത്ത് വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം കിട്ടാത്തവരുണ്ട്, അത് നൽകുക. അതേപോലെ വർഷങ്ങളായി നിലനിൽക്കുന്ന വ്യാപാര മാന്ദ്യം മൂലം ബുദ്ധിമുട്ടുന്ന കച്ചവടക്കാരുടെ ബാങ്ക് ലോണുകൾ എഴുതി തള്ളുക, രാത്രിയാത്രാ നിരോധനത്തിൽ ഇതുവരെയുള്ള ഇടപെടലുകൾ ഒന്നുകൂടി ഊർജിതപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ അത് പെട്ടെന്ന് തന്നെ റെഡിയാക്കുന്നതിന് വേണ്ടിയുള്ള അധികാരികൾ പ്രവർത്തിക്കുക. വിദ്യാർത്ഥികൾക്ക് വാർത്തകളും വാർത്തകളുടെ അവതരണവും മനസ്സിലാക്കുന്നതിനു വേണ്ടി വയനാട് വിഷൻ ചാനലും വഞ്ഞോട് AUP സ്കൂളും സംയുക്തമായി ദൃശ്യമാധ്യമ ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് സ്കൂൾ മാനേജർ മനോഹരൻ നായർ ഉദ്ഘാടനം ചെയ്തു. സാധാരണ ടെലിവിഷനിൽ മാത്രം കാണുന്ന ദൃശ്യമാധ്യമങ്ങളിലെ വാർത്തകൾ എങ്ങനെ പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കുന്നു എന്നത് വിദ്യാർത്ഥികൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി വഞ്ഞോട് AUP സ്കൂൾ മാനേജ്മെന്റ് വയനാട് വിഷൻ ചാനലിന്റെ സഹകരണത്തോടെ ഒരുക്കിയ ഏകദിന പരിശീലന ക്യാമ്പ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേറിട്ട അനുഭവമായി. വയനാട് വിഷൻ ചീഫ് എഡിറ്റർ രഘുനാഥ് വിദ്യാർത്ഥികൾക്ക് വാർത്താവതരണവും ഒരു വാർത്ത എങ്ങനെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നു എന്നതിനെപ്പറ്റിയും ക്ലാസ് എടുത്തു. ഇതിനായി സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂമിൽ താൽക്കാലിക റീഡിംഗ് സ്റ്റുഡിയോയും ഒരുക്കിയിരുന്നു. പ്രമുഖ മിമിക്രി കലാകാരൻ ചാർലി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. നമ്മൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വന്നോടിലേക്കുള്ള കയറ്റം കയറി പോവാണ് കേട്ടോ. മാഷന്മാരും PTA പ്രസിഡന്റും സ്റ്റാർട്ട് ചെയ്യട്ടെ. കിക്കർ തെക്കിന്റെ മുകളിലോട്ട് എന്നാലും ഞാൻ ഓടി. പരിപാടിക്ക് PTA പ്രസിഡന്റ് AR രജീഷ്, വയനാട് വിഷൻ ന്യൂസ് ഡയറക്ടർ PM ഏലിയാസ്, ചാനൽ ടെക്നിക്കൽ ഹെഡ് റിയാസ്, വിഷ്വൽ എഡിറ്റർ ജോനിത്, ന്യൂസ് റിപ്പോർട്ടർ വിജിത് വെള്ളമുണ്ട തുടങ്ങിയവർ പരിശീലന ക്യാമ്പിന് നേതൃത്വം നൽകി. വയനാട് വിഷൻ വെള്ളമുണ്ട. വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് വയനാട് വിഷൻ ചാനലും വള്ളിയൂർക്കാവ് എക്സിബിഷൻ ആൻഡ് ട്രേഡ് ഫെയറും സെഞ്ചുറി ഫാഷൻ സിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച എല്ലാരും പാടന കരോക്കെ ഗാന മത്സരത്തിൽ അനുശ്രീ മുട്ടിൽ 1ാം സ്ഥാനം നേടി. 10,001 രൂപയാണ് 1ാം സമ്മാനം. നൂറ്റിയൻപതോളം ഗായകർ പങ്കെടുത്തതിൽ 42 പേർ പ്രാഥമിക റൗണ്ടിൽ യോഗ്യത നേടി. വള്ളിയൂർക്കാവ് എക്സിബിഷൻ ഹാളിലെ പ്രത്യേക വേദിയിൽ ഗ്രാൻഡ് ഫിനാലെയിൽ 8 പേർ മാറ്റുരച്ചു. 5,001 രൂപയുടെ 2ാം സമ്മാനം ജിനീഷ് തദേവൂസും 3,001 രൂപയുടെ 3ാം സമ്മാനം അഞ്ജന പടിഞ്ഞാറത്തറയും
നേടി. ഗ്രാൻഡ് ഫിനാലെയിൽ തിരുനെല്ലി സബ് ഇൻസ്പെക്ടർ രജീഷ് സെഞ്ചുറി, ഫാഷൻ സിറ്റി ഉടമ സലാം, ട്രേഡ് ഫെയർ ആൻഡ് എക്സിബിഷൻ ചെയർമാൻ യു പവിത്രൻ എന്നിവരും എക്സൈസ്, വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. ചെറ്റപ്പാലം TP സുസുക്കി പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി. ദേവദാസ് പരവൂർ, സാജു വയനാട്, അമ്മ മനോജ് തുടങ്ങിയവർ വിധികർത്താക്കളായി. വയനാട് വിഷൻ പ്രോഗ്രാം കോർഡിനേറ്റർ റാഷിദ് മുഹമ്മദ്, പ്രോഗ്രാം അവതാരകൻ ധനേഷ് ദാമോദർ തുടങ്ങിയവരും വാർത്താവിഭാഗം ഡയറക്ടർ PP ഏലിയാസ്, ഡയറക്ടർ കാസിം റിപ്പൺ എന്നിവരും ഗ്രാൻഡ് ഫിനാലെയ്ക്ക് നേതൃത്വം നൽകി. വയനാട് വിഷൻ ടെക്നിക്കൽ ഹെഡ് റിയാസ്, വിഷ്വൽ എഡിറ്റർ ജോനിത്തു തുടങ്ങിയവർ സാങ്കേതിക സഹായം നൽകി. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ UDF സ്ഥാനാർത്ഥി. കാത്തിരുന്ന ചരിത്ര പ്രഖ്യാപനത്തിൽ UDF ക്യാമ്പിൽ ആഹ്ലാദാരവങ്ങൾ. നാടെങ്കും ആഹ്ലാദ പ്രകടനങ്ങൾ. ഇന്ത്യൻ രാഷ്ട്രീയം വയനാടിനെ ഉറ്റുനോക്കുന്നു. വിമർശനവുമായി ഇടതുപക്ഷം. രാഹുൽ വയനാട്ടിൽ ഒളിസങ്കേതം തേടുകയാണെന്ന് ഇടതു സ്ഥാനാർത്ഥി PP സുനീർ. വയനാട് കോൺഗ്രസിന്റെ വാട്ടർലൂം ആകുമെന്നും സുനീർ. ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കാനാണ് രാഹുൽ കേരളത്തിൽ വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതുപക്ഷത്തിന് ആശങ്കയില്ലെന്നും പിണറായി. ഏപ്രിൽ 3-ന് കൽപ്പറ്റയിൽ ഹരിതസേനയുടെ സർഫാസി മോചനയാത്ര. ജില്ലയിൽ 8000-ലധികം പേർക്ക് കിടപ്പാടം നഷ്ടപ്പെടും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.